हरि ओम हरि ओम। हरि ओम हरि ओम। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം. നാരായണ. നാരായണ. നല്ലൊരു മഴ പെയ്യാനുള്ള ശക്തമായിട്ടുള്ള മഴ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, നമസ്കാരം. നമുക്ക് ആരംഭിക്കാം അല്ലേ? ആശ്രമത്തിലെ മഴ വേണമെങ്കിൽ കണ്ടുവരും. മഴ വലുതായി പെയ്ത് പെട്ടെന്ന് ഒഴിയുണ്ട്, പക്ഷെ എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പെയ്യും. ഇന്ന് കർക്കിടകം 14. നമുക്ക് കാവ്യമഞ്ജരി ആസ്വദിക്കാം. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. കാവ്യമഞ്ജരി അവതരണം 5ാം എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലൂടെ സ്തോത്രങ്ങളും പുരാണ വിഷയങ്ങളും മുഴുവനായിട്ടും കണ്ടു. അതുപോലെ പൊതുവിഷയങ്ങളിൽ പിതൃതർപ്പണം എന്നുള്ള വിഷയം കണ്ടു. അതിൽ തന്നെ പെടുത്തിയിട്ടുള്ള സീതാദേവി, ഭൂമിദേവി, ഈ 2 കാവ്യങ്ങളും കണ്ടു. ഇനി പൊതുവിഷയങ്ങളിൽ മറ്റ് പല കാവ്യങ്ങളുണ്ട്. വളരെ രസകരമായതും ചിന്തിക്കാനുള്ള വിഷയങ്ങളുള്ളതുമായിട്ടുള്ള എന്താ പറയുക, ഗഹനമായ വിഷയങ്ങളും സാധാരണ വിഷയങ്ങളൊക്കെ ചിന്തിക്കാനുള്ളതായിട്ട് ആസ്വദിക്കാനുണ്ട്. നമുക്ക് നോക്കാം അല്ലേ? പൊതുവിഷയങ്ങളിൽ
ഇന്ന് ആരംഭിക്കുന്നത് ഭാരങ്ങൾ എന്നൊരു ടൈറ്റിലുള്ള വിഷയമാണ്. നമ്മൾ ചുമക്കുന്ന ജീവിതഭാരങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെ ഭാരങ്ങളെ ലഘൂകരിക്കാം, ഭാരങ്ങളല്ലാതെയാക്കാം എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഭാരങ്ങൾ എന്നൊരു ടൈറ്റിലിൽ ഒരു പദ്യം നമുക്ക് വായിച്ചിട്ട് നോക്കാം. നാരായണ. നടപ്പു പതുക്കയായി തളരുന്നല്ലോ, ഭാരം വഹിക്കാനാവുന്നില്ല, ഒഴിവാക്കാനും വയ്യ. നടപ്പു പതുക്കയായി തളരുന്നല്ലോ, ഭാരം വഹിക്കാനാവുന്നില്ല, ഒഴിവാക്കാനും വയ്യ. ചിന്തയും ഭാരമായി തീർന്നഹോ, വീഴും മുൻപേ ഒന്നിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മടിത്തട്ടിൽ. ചിന്തയും ഭാരമായി തീർന്നഹോ, വീഴും മുൻപേ ഒന്നിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മടിത്തട്ടിൽ. ധനമായി കരുതിയതെല്ലാമേ എന്നോടൊട്ടിപ്പിടിച്ചുപോയി, മാറ്റാനാവുന്നില്ലഹോ കഷ്ടം. ധനമായി കരുതിയതെല്ലാമേ എന്നോടൊട്ടിപ്പിടിച്ചുപോയി, മാറ്റാനാവുന്നില്ലഹോ കഷ്ടം. രൂപഭംഗിക്കായി ധനലാഭത്തിനായി സ്ഥാനമാനലബ്ധിക്കായി വെറും കയ്യടി പ്രശസ്തിക്കായി വേഷങ്ങളെത്ര കെട്ടി ഭൂഷണമെത്ര ചാർത്തി വാങ്ങിയ പൊയ്മുഖങ്ങളെത്രയോ. അവയെല്ലാം എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി കരുതി ഞാൻ. എല്ലാം എൻ സമ്പാദ്യമായി അഭിമാനമായി തോന്നി. ഇന്നവയെല്ലാം ഭാരമേറിയ ഭാണ്ഡമായിട്ടൻ ശിരസ്സിലായി. ഞാനോ ക്ഷീണിച്ചു തളർന്നുപോയി. രൂപഭംഗിക്കായി ധനലാഭത്തിനായി സ്ഥാനമാനലബ്ധിക്കായി വെറും കയ്യടി പ്രശസ്തിക്കായി വേഷങ്ങളെത്ര കെട്ടി ഭൂഷണമെത്ര ചാർത്തി വാങ്ങിയ പൊയ്മുഖങ്ങളെത്രയോ. അവയെല്ലാം എന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി കരുതി ഞാൻ. എല്ലാം എൻ സമ്പാദ്യമായി അഭിമാനമായി തോന്നി. ഇന്നവയെല്ലാം ഭാരമേറിയ ഭാണ്ഡമായിട്ടൻ ശിരസ്സിലായി. ഞാനോ ക്ഷീണിച്ചു തളർന്നുപോയി. എന്നാത്മവിചാരത്തിൻ ദീർഘമാം ദുർഘടമാം വന്യമാർഗത്തിൽ അന്ധകാരത്തിൽ അലയവേ ഒരു ജ്യോതിസ്സെന്നുള്ളിൽ തെളിഞ്ഞു. ജ്ഞാനത്തിന്റെ ജ്വലിക്കും കണികയോ
ഈശ്വരകാരുണ്യമോ. എന്നാത്മവിചാരത്തിൻ ദീർഘമാം ദുർഘടമാം വന്യമാർഗത്തിൽ അന്ധകാരത്തിലലയവേ ഒരു ജ്യോതിസ്സെന്നുള്ളിൽ തെളിഞ്ഞു. ജ്ഞാനത്തിന്റെ ജ്വലിക്കും കണികയോ ഈശ്വരകാരുണ്യമോ. എൻ ചുമടിന്റെ കടും കെട്ടുകൾ മെല്ലെ മെല്ലെ ഒന്നൊന്നായി അഴിഞ്ഞുപോയി സ്വസ്ഥയായി ഭവിച്ചു ഞാൻ. എന്റെയാണെന്റെ മാത്രം എന്നായി സൂക്ഷിച്ചവയെല്ലാം എൻ ഭാരമായി തീർന്നു എന്നറിവു ഞാൻ. എൻ ചുമടിന്റെ കടും കെട്ടുകൾ മെല്ലെ മെല്ലെ ഒന്നൊന്നായി അഴിഞ്ഞുപോയി സ്വസ്ഥയായി ഭവിച്ചു ഞാൻ. എന്റെയാണെന്റെ മാത്രം എന്നായി സൂക്ഷിച്ചവയെല്ലാം എൻ ഭാരമായി തീർന്നു എന്നറിവു ഞാൻ. മരങ്ങൾ ഭാരം വഹിക്കുമ്പോഴും തളരുന്നില്ലവർ കാരുണ്യസ്നേഹപ്രേരിതർ നിരപേക്ഷർ. പ്രകൃതി മനുഷ്യന്റെ ഗുരുവായി തീർന്നിടുന്നു അറിവില്ലായ്മയിൽ സ്വയം ലജ്ജിച്ചിടുക നമ്മൾ. മരങ്ങൾ ഭാരം വഹിക്കുമ്പോഴും തളരുന്നില്ലവർ കാരുണ്യസ്നേഹപ്രേരിതർ നിരപേക്ഷർ. പ്രകൃതി മനുഷ്യന്റെ ഗുരുവായി തീർന്നിടുന്നു അറിവില്ലായ്മയിൽ സ്വയം ലജ്ജിച്ചിടുക നമ്മൾ. വളരെ ലളിതവും വ്യക്തവുമാണ്. അവനവനെ കുറിച്ചിട്ടുള്ള ആത്മപരിശോധന ചെയ്യാനുള്ള സൂചനകളാണ്. നമ്മൾ എന്തെല്ലാം വേഷം കെട്ടി എന്തെല്ലാം ഭാരങ്ങൾ ആവശ്യമില്ലാതെ ചുമന്ന് തളർന്നു. ഇപ്പം അതെല്ലാം ഭാരമായിട്ട് തോന്നുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ ഭാരത്തിൽ നിന്നൊക്കെ രക്ഷ നേടുക എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ ഈശ്വര കാരുണ്യം കൊണ്ടോ ഏതോ വിവേകം കൊണ്ടോ അതിൻ്റെ രഹസ്യം പിടികിട്ടുന്നു. അങ്ങനെ ആ ചുമടുകളെല്ലാം കെട്ടഴിയുന്നു, ഭാരം കുറയുന്നു, സ്വസ്ഥരായിത്തീരുന്നു. ഈ ഒരു കാര്യം പ്രകൃതിയെ നോക്കി നമ്മൾ പഠിക്കേണ്ടതാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് മറ്റ് ജീവജാലങ്ങൾ പ്രകൃതിയെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ അജ്ഞാനം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും നമ്മൾ അനാവശ്യമായ സ്ട്രെസ്സുകളാകുന്ന ഭാരങ്ങളെ തലയിൽ ചുമക്കുകയാണ്, വേഷം കെട്ടുകയാണ്. വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ച് സ്വാഭാവികമായി ജീവിക്കാൻ പഠിക്കണം. നിഷ്കളങ്കരായി നിസ്വാർത്ഥരായി എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കണം. അപ്പോൾ ഭാരമേ ഉണ്ടാവില്ല. കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആവാൻ വേണ്ടിയുള്ള അഭിനയങ്ങളാണ് നമുക്ക് ഭാരങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്നത് എന്നുള്ള തത്വം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഭാരങ്ങൾ. ഇത് വായിക്കുന്നവർക്ക് ആ ഒരു ബോധം ഉണ്ടാവട്ടെ. എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ടുള്ള സാമർഥ്യം ഉണ്ടാവട്ടെ. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ എന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ. മറ്റുള്ള ഭാരങ്ങൾ നമ്മൾ പ്രകൃതിയിൽ വൃക്ഷങ്ങൾ ചുമക്കും പോലെ ലാഘവത്തോടെ ചുമക്കാനും ആവും. പരോപകാരാർത്ഥമായി നമ്മൾ ഭാരം വഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലാഘവത്തോടെ വഹിക്കാൻ സാധിക്കും
ആ ഒരു ദർശനം ഉണ്ടെങ്കിൽ. ഓക്കെ, വളരെ മനോഹരമായിരുന്നു ഭാരങ്ങൾ. ഇനി മടക്കയാത്ര എന്നുള്ളതായിട്ടുള്ള ഒരു കവിത. നമ്മളൊക്കെ ജീവിതത്തിൽ മടക്കയാത്രയിലാണ്. ഒക്കെ ജീവിതത്തിന്റെ പകുതി പിന്നിട്ട് കഴിഞ്ഞവരാണല്ലോ. ഇനിയിപ്പോ തിരിച്ചു പോക്കാണ്. മടക്കയാത്ര എപ്പോഴും വേണമെങ്കിലും ആവാം, ഏതു പ്രായത്തിലും ആവാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതിന് തയ്യാറെടുക്കാൻ വേണ്ടി നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഈ മടക്കയാത്ര എന്നുള്ള ഈ ഒരു കാവ്യം. എല്ലാം ഫിലോസഫിക്കലാണ്, വിവേക വൈരാഗ്യങ്ങൾ നമുക്ക് നൽകുന്നതാണ്. മറ്റ് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ചൊല്ലിയ കവിതകളെല്ലാം ഭക്തിക്ക് പ്രാധാന്യമേറിയതായിരുന്നുവെങ്കിൽ ഇവിടെ ജ്ഞാനത്തിന്, വൈരാഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, നമ്മളെ വിവേകം ചെയ്യാൻ പ്രേരിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം വളർത്തുന്നതായിട്ടുള്ള ചിന്തകളാണത്. നമുക്ക് നോക്കാം. മടക്കയാത്ര. ടിക്കറ്റു കൈവശമുണ്ടെങ്കിലും നോക്കാൻ എത്രയോ വൈകി, മടങ്ങണം നിശ്ചയം. സ്റ്റേഷനും ഡേറ്റും സമയവുമില്ലിതിൽ, യാത്ര സൗജന്യം ഒരുങ്ങേണ്ടതില്ലൊന്നും. ടിക്കറ്റു കൈവശമുണ്ടെങ്കിലും നോക്കാൻ എത്രയോ വൈകി, മടങ്ങണം നിശ്ചയം. സ്റ്റേഷനും ഡേറ്റും സമയവുമില്ലിതിൽ, യാത്ര സൗജന്യം ഒരുങ്ങേണ്ടതില്ലൊന്നും. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ജനിക്കുമ്പോ തന്നെ ടിക്കറ്റുമായിട്ട് തന്നെ വന്നിരിക്കുന്ന മടക്ക ടിക്കറ്റ് കമ്പൾസറിയാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു. ടിക്കറ്റ് കമ്പൾസറിയാണ്. നമ്മൾ ചില രാജ്യങ്ങളിലേക്കൊക്കെ വിസിറ്റ് വിസ പോകുമ്പോൾ മടക്ക ടിക്കറ്റും കൂടി കമ്പൾസറി ആയിട്ട് എടുത്തിരിക്കണം. അല്ല നമുക്ക് തോന്നിയ പോലെ പോകാൻ പാടില്ല. ഇവിടെ അത് കമ്പൾസറിയാണ്. പക്ഷെ നമ്മളാരും വിവേകം ചെയ്തില്ല, നോക്കാൻ വൈകി, ചിന്തിക്കാൻ വൈകി. നമ്മൾക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ചിന്ത വളരെ വൈകിയാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും മടങ്ങിയേ പറ്റൂ. പക്ഷെ എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടുന്നാണെന്നൊന്നും അറിയില്ല. ഈ മടക്കയാത്രയ്ക്ക് ലഗേജ് ഒന്നും ആവശ്യമില്ല, ഒരുങ്ങേണ്ടതില്ലൊന്നും. പാക്കിംഗ് വേണ്ട, ലഗേജ് പാടില്ലഹോ, പാടില്ല കൂടെ സഹായികളാറുമേ. പോകുന്ന നേരം ആരെങ്കിലും എത്തിടാം, എത്താതിരുന്നിടാം, എല്ലാം അനിശ്ചിതം. പാക്കിങ്ങു വേണ്ട, ലഗേജു പാടില്ലഹോ, പാടില്ല കൂടെ സഹായികളാറുമേ. പോകുന്ന നേരം ആരെങ്കിലും എത്തിടാം, എത്താതിരുന്നിടാം, എല്ലാം അനിശ്ചിതം. പൊട്ടിക്കരച്ചിലോ തേങ്ങി വിതുമ്പലോ കേട്ടിടാം, കേൾക്കാൻ കഴിയാതെയായിടാം. അത്യന്ത വിസ്മൃതി തന്നിലേക്കുള്ളൊരീ യാത്ര, അതിനുപചാരങ്ങളെന്തിനായി? പൊട്ടിക്കരച്ചിലോ തേങ്ങി വിതുമ്പലോ കേട്ടിടാം, കേൾക്കാൻ കഴിയാതെയായിടാം. അത്യന്ത വിസ്മൃതി തന്നിലേക്കുള്ളൊരീ യാത്ര, അതിനുപചാരങ്ങളെന്തിനായി? ആശിപ്പതില്ല മടങ്ങുവാനാരുമേ,
പോയേ മതിയാവൂ എന്നറിഞ്ഞിടിലും ആശിപ്പതില്ല മടങ്ങുവാനാരുമേ. പോയേ മതിയാവൂ എന്നറിഞ്ഞിടിലും കാലം കുറയായി കഴിയുന്നിവിടെ ഇതാകെ ഉപേക്ഷിച്ചു പോകുവതെങ്ങനെ. ദാഹിച്ചു മോഹിച്ചു തന്നെ മറന്നു ഞാൻ നേടിയതൊക്കെ ഇനി എന്തു ചെയ്തിടും. കാലം കുറയായി കഴിയുന്നിവിടെ ഇതാകെ ഉപേക്ഷിച്ചു പോകുവതെങ്ങനെ. ദാഹിച്ചു മോഹിച്ചു തന്നെ മറന്നു ഞാൻ നേടിയതൊക്കെ ഇനി എന്തു ചെയ്തിടും. വീടുകൾ തോട്ടം റിസോർട്ടുകൾ ഹോട്ടലും ആഡംബരത്തിൻ പ്രതീകങ്ങൾ കാറുകൾ ആർ സംരക്ഷിച്ചിടും. കൊതി തീർന്നൊന്നു കാണുവാൻ പോലും കഴിഞ്ഞില്ല കഷ്ടമേ. വീടുകൾ തോട്ടം റിസോർട്ടുകൾ ഹോട്ടലും ആഡംബരത്തിൻ പ്രതീകങ്ങൾ കാറുകൾ ആരു സംരക്ഷിച്ചിടും. കൊതി തീർന്നൊന്നു കാണുവാൻ പോലും കഴിഞ്ഞില്ല കഷ്ടമേ. ഷെൽഫിലിരിക്കുന്ന ഗീത എന്നെയൊന്നു നോക്കിയോ. ഭാഗവതമം പുരാണവും ഓർമ്മയിലെത്തി ചിലതൊക്കെ. എന്തിനീ ഭീതിയും ദുഃഖവും ഞങ്ങളൊപ്പം വരാം. ഒന്നിച്ചു പോകാം നമുക്കെത്തിടാം നിത്യസത്യമാം ബ്രഹ്മത്തിൽ ആത്മബോധം തന്നിൽ. ഷെൽഫിലിരിക്കുന്ന ഗീത എന്നെയൊന്നു നോക്കിയോ. ഭാഗവതമാം പുരാണവും ഓർമ്മയിലെത്തി ചിലതൊക്കെ. എന്തിനീ ഭീതിയും ദുഃഖവും ഞങ്ങളൊപ്പം വരാം. ഒന്നിച്ചു പോകാം നമുക്കെത്തിടാം നിത്യസത്യമാം ബ്രഹ്മത്തിൽ ആത്മബോധം തന്നിൽ. ഒന്നിൽ നിന്നുണ്ടായിടും ഇതെല്ലാം അവ ഒന്നിലായി തന്നെ ലയിച്ചു ചേരുന്നതും ഒന്നു മാത്രം. അതിൻ രൂപഭേദങ്ങളീ മിന്നിമറയുന്നതെല്ലാം അറിഞ്ഞിടാം. ഒന്നിൽ നിന്നുണ്ടായിടും ഇതെല്ലാം അവ ഒന്നിലായി തന്നെ ലയിച്ചു ചേരുന്നതും ഒന്നു മാത്രം. അതിൻ രൂപഭേദങ്ങളീ മിന്നിമറയുന്നതെല്ലാം അറിഞ്ഞിടാം. ബാക്കി നമ്മൾ സമ്പാദിച്ചതായിട്ടുള്ള ഭൗതിക നേട്ടങ്ങളെല്ലാം വ്യസനത്തോടെ ഇവിടെ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. അതൊന്നും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല. നമുക്ക് മടക്കയാത്രയിൽ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന കൂട്ടുകാര് അത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്, ഗീതയും ഭാഗവതവും എന്ന് അമ്മ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ കൈപിടിച്ച് നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഗീതയും ഭാഗവതവുമാകുന്ന സുഹൃത്തുക്കൾ മാത്രമാണ്. അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വഴികാട്ടികൾ, നമ്മുടെ ഹിതകാരികൾ. അത് തിരിച്ചറിഞ്ഞ് എല്ലാം ഒന്നിൽ നിന്നുണ്ടായി ഒന്നിലായി ലയിച്ചു ചേരുന്നു, ആകെ ഉള്ളതൊന്നു മാത്രം എന്നുള്ള സത്യം ഉറപ്പിക്കുക. അങ്ങനെ നിർഭയരായി തീരുക. മടക്കയാത്ര ഒരു പ്രശ്നമേ അല്ലാതെയാകും. അതാണ് അമ്മയുടെ സന്ദേശം. വളരെ മനോഹരം. ഇനിയൊരു കാവ്യം ഇലഞ്ഞിപ്പൂക്കൾ എന്നുള്ളതാണ്.
ഞാൻ നോക്കട്ടെ, വായിച്ചിട്ടില്ല പല പ്രാവശ്യം, നോക്കിയിട്ട് പറയാം. വായിക്കാം നമുക്ക്. ഇലഞ്ഞിപ്പൂക്കൾ. ഓർമ്മ തൻ താളുകളിൽ കണ്ടു ഞാൻ എഴുതാത്തതാമൊരു കവിത തൻ മുഗ്ധമാം രേഖാചിത്രം. ഇന്നുമെൻ മനസ്സതിൻ സുഗന്ധം നുകരുന്നു, വർണ്ണരാഹിത്യത്തിന്റെ ലാളിത്യമുൾക്കൊള്ളുന്നു. ഓർമ്മ തൻ താളുകളിൽ കണ്ടു ഞാൻ എഴുതാത്തതാം ഒരു കവിത തൻ മുഗ്ധമാം രേഖാചിത്രം. ഇന്നുമെൻ മനസ്സതിൻ സുഗന്ധം നുകരുന്നു, വർണ്ണരാഹിത്യത്തിന്റെ ലാളിത്യമുൾക്കൊള്ളുന്നു. ജീവിതം മൂല്യപൂർണമാകുന്നൊരുത്കൃഷ്ടമാം ഭാവനകളാൽ മനം സമ്പുഷ്ടമായിടവേ. ചിന്തകൾ, സങ്കൽപ്പങ്ങൾ, ലക്ഷ്യങ്ങളെല്ലാം ആത്മസൗന്ദര്യ നൈർമല്യത്താൽ ശോഭിതമായിടവേ. സത്യദർശനത്തിന്റെ ദിവ്യത്വം ഉൾക്കൊള്ളുവാൻ വ്യഗ്രത പൂണ്ട ചിത്തം സാരല്യമിച്ഛിക്കവേ. ബാഹ്യമോടികൾ അർത്ഥശൂന്യമായി തോന്നിയിടവേ. സ്നേഹകാരുണ്യങ്ങൾ തൻ കുഞ്ചങ്ങൾ തിരയവേ. ഹൃദ്യമാം മൃദുമന്ദ സൗരഭ്യമെത്തി അതിശുദ്ധ ഭാവനാലോലമായൊരൻ ഹൃദയത്തിൽ. കുളിർ മഞ്ഞിന്റെ സ്പർശലാളനങ്ങളിൽ മെല്ലെ ഒഴുകിപ്പറന്നീടും ഇലഞ്ഞിപ്പൂവിൻ ഗന്ധം. ബാഹ്യ സൗന്ദര്യമില്ല, ദൃശ്യ സൗഭാഗ്യമില്ല. കാട്ടുപുഷ്പങ്ങൾ കാവിൻ ശുദ്ധി തൻ പ്രതീകങ്ങൾ. ഒന്നുകൂടെ നോക്കാം. ജീവിതം മൂല്യപൂർണമാകുന്നൊരുത്കൃഷ്ടമാം ഭാവനകളാൽ മനം സമ്പുഷ്ടമായിടവേ. ചിന്തകൾ, സങ്കൽപ്പങ്ങൾ, ലക്ഷ്യങ്ങളെല്ലാം ആത്മസൗന്ദര്യ നൈർമല്യത്താൽ ശോഭിതമായിടവേ. സത്യദർശനത്തിന്റെ ദിവ്യത്വം ഉൾക്കൊള്ളുവാൻ വ്യഗ്രത പൂണ്ട ചിത്തം സാരല്യമിച്ഛിക്കവേ. ബാഹ്യമോടികൾ അർത്ഥശൂന്യമായി തോന്നിയിടവേ. സ്നേഹകാരുണ്യങ്ങൾ തൻ കുഞ്ചങ്ങൾ തിരയവേ. ഹൃദ്യമാം മൃദുമന്ദ സൗരഭ്യമെത്തി അതിശുദ്ധ ഭാവനാലോലമായൊരു ഹൃദയത്തിൽ. കുളിർ മഞ്ഞിന്റെ സ്പർശലാളനങ്ങളിൽ മെല്ലെ ഒഴുകിപ്പറന്നീടും ഇലഞ്ഞിപ്പൂവിൻ ഗന്ധം. ബാഹ്യ സൗന്ദര്യമില്ല, ദൃശ്യ സൗഭാഗ്യമില്ല. കാട്ടുപുഷ്പങ്ങൾ കാവിൻ ശുദ്ധി തൻ പ്രതീകങ്ങൾ. കണ്ടു ഞാൻ പിന്നീടെത്ര മോഹന പുഷ്പങ്ങൾ തൻ കണ്ണഞ്ചും നിറങ്ങളും സൗരഭ്യ വൈവിധ്യവും. എങ്കിലും ഇലഞ്ഞി തൻ പൂക്കളൻ മനസ്സിന്റെ സുന്ദര സ്മരണയായി നിൽക്കുന്നു മാഞ്ഞിടാതെ. കണ്ടു ഞാൻ പിന്നീടെത്ര മോഹന പുഷ്പങ്ങൾ തൻ കണ്ണഞ്ചും നിറങ്ങളും സൗരഭ്യ വൈവിധ്യവും. എങ്കിലും ഇലഞ്ഞി തൻ പൂക്കളൻ മനസ്സിന്റെ സുന്ദര സ്മരണയായി നിൽക്കുന്നു മാഞ്ഞിടാതെ. ഇവിടെ ഇലഞ്ഞിപ്പൂക്കൾ ഒരു പ്രതീകം മാത്രമാണ്.
നാട്ടുംപുറത്തിന്റെ ലാളിത്യത്തിന്റെ നിഷ്കളങ്കതയുടെ എല്ലാം പ്രതീകമാണ്. മറ്റുള്ള പൂക്കള് മോഹന പുഷ്പങ്ങൾ, കണ്ണഞ്ചിക്കുന്ന നിറമുള്ളതും സൗരഭ്യ വൈവിധ്യവും ഒക്കെ ഉള്ളതായിട്ടുള്ള പൂക്കൾ നമ്മളെ ഭ്രമിപ്പിക്കും. പക്ഷേ നമ്മളെ ശാന്തിയിലേക്ക് നയിക്കുന്നത് ഈ ലാളിത്യമാണ്, നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതയാണ്, ആ സൗന്ദര്യമാണ് ശരിയായ എന്താ പറയുക സ്വാഭാവികമായ സൗന്ദര്യം എന്നുള്ളൊരു ആശയമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കവിത ഇലഞ്ഞിപ്പൂക്കൾ. നാട്ടുംപുറത്തിന്റെ മാഹാത്മ്യം തന്നെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. നാട്ടുംപുറത്തുള്ള ആളുകളും പ്രകൃതിയും എല്ലാം നിഷ്കളങ്കതയുടെ പ്രതീകങ്ങൾ. ഇനി തോണിയിൽ എന്നുള്ളതായിട്ടുള്ള ഒരു കവിതയാണ്. എന്താ നോക്കാം. ജന്മത്തെ തന്നെ, മനുഷ്യജന്മത്തെ തന്നെ ഒരു തോണിയായിട്ട് കൽപ്പിച്ചിട്ടാണ് അവതരണം. നോക്കാം. ജന്മമാം തോണിയിൽ നീങ്ങുന്നു ഞാൻ, എന്റെ കർമ്മങ്ങളാം തുഴയേന്തി ഏകാകിയായി. കാലപ്രവാഹത്തിലൂടെ മറുകര കാണുവാൻ, എന്റെ കടവിലെത്തിടുവാൻ. ജന്മമാം തോണിയിൽ നീങ്ങുന്നു ഞാൻ, എന്റെ കർമ്മങ്ങളാം തുഴയേന്തി ഏകാകിയായി. കാലപ്രവാഹത്തിലൂടെ മറുകര കാണുവാൻ, എന്റെ കടവിലെത്തിടുവാൻ. ജ്ഞാനപ്രകാശപ്രദീപ്തം സദാ ശാന്തമാനന്ദദം നിർവികൽപം പവിത്രമാം സ്ഥാനമെൻ ലക്ഷ്യം. അവിടെയെത്തിയിടുവാൻ ഞാൻ ഇനി എത്ര ദൂരം തുഴഞ്ഞിടണം. ജ്ഞാനപ്രകാശപ്രദീപ്തം സദാ ശാന്തം ആനന്ദദം നിർവികൽപം പവിത്രമാം സ്ഥാനമെൻ ലക്ഷ്യം. അവിടെയെത്തിയിടുവാൻ ഞാൻ ഇനി എത്ര ദൂരം തുഴഞ്ഞിടണം. നിത്യവും വിശ്രമോല്ലാസങ്ങൾ നൽകിയ ഹൃദ്യമാം തോണി സഞ്ചാരങ്ങളോർപ്പൂ ഞാൻ. നിത്യവും വിശ്രമോല്ലാസങ്ങൾ നൽകിയ ഹൃദ്യമാം തോണി സഞ്ചാരങ്ങളോർപ്പു ഞാൻ. ജോലിസ്ഥലത്തേക്ക് വാഹനം പോകാത്ത നാടൻ വഴികളിലൂടെ നടക്കണം. ദീർഘമാകും നടപ്പാത ചെന്നെത്തുന്നു തീർത്തും മെലിഞ്ഞൊരു സുന്ദരിക്കായലിൻ തൊട്ടരികിൽ. വഞ്ചി തന്നിൽ കയറിടാം, അക്കരയെത്തി വീണ്ടും നടന്നിടണം. പാടങ്ങൾ, പാലം, ഇടയ്ക്കു പറമ്പുകൾ, ചാടിക്കടക്കേണ്ട കൊച്ചു കൈത്തോടുകൾ. ജോലിസ്ഥലത്തേക്ക് വാഹനം പോകാത്ത നാടൻ വഴികളിലൂടെ നടക്കണം. ദീർഘമാകും നടപ്പാത ചെന്നെത്തുന്നു തീർത്തും മെലിഞ്ഞൊരു സുന്ദരിക്കായലിൻ തൊട്ടരികിൽ. വഞ്ചി തന്നിൽ കയറിടാം, അക്കരയെത്തി വീണ്ടും നടന്നിടണം. പാടങ്ങൾ, പാലം, ഇടയ്ക്കു പറമ്പുകൾ, ചാടിക്കടക്കേണ്ട കൊച്ചു കൈത്തോടുകൾ. ബാലസൂര്യന്റെ മൃദുകിരണങ്ങളാൽ ശോഭിതയായിടും കായൽ മനോഹരി.
തോണിയിൽ ഞാനും പുറത്തവളും ഞങ്ങൾ സ്നേഹിതർ സുപ്രഭാതം പറയുന്നവർ. ബാലസൂര്യന്റെ മൃദുകിരണങ്ങളാൽ ശോഭിതയായിടും കായൽ മനോഹരി. തോണിയിൽ ഞാനും പുറത്തവളും ഞങ്ങൾ സ്നേഹിതർ സുപ്രഭാതം പറയുന്നവർ. മന്ദാനിലൻ തന്നോടൊപ്പമെത്തുന്നുവോ പുല്ലാങ്കുഴൽ നാദമാധുര്യവീചികൾ. സുന്ദരമാം മയിൽ പീലിതൻ ശോഭനവർണ്ണ സൗഭാഗ്യമെന്നുള്ളിൽ തെളിയുന്നോ. മന്ദാനിലൻ തന്നോടൊപ്പമെത്തുന്നുവോ പുല്ലാങ്കുഴൽ നാദം മാധുര്യവീചികൾ. സുന്ദരമാം മയിൽ പീലിതൻ ശോഭനവർണ്ണ സൗഭാഗ്യമെന്നുള്ളിൽ തെളിയുന്നോ. ഭക്തിവിശുദ്ധം തുളസി സുഗന്ധമെൻ ചിത്തത്തെ വൈകുണ്ഠമാക്കി മാറ്റുന്നുവോ. ശ്യാമമേഘങ്ങൾ ശ്രീകൃഷ്ണരൂപം വരച്ചാനന്ദ തുന്തിലരായി ചരിക്കുന്നിതോ. ഭക്തിവിശുദ്ധം തുളസി സുഗന്ധമെൻ ചിത്തത്തെ വൈകുണ്ഠമാക്കി മാറ്റുന്നുവോ. ശ്യാമമേഘങ്ങൾ ശ്രീകൃഷ്ണരൂപം വരച്ചാനന്ദ തുന്തിലരായി ചരിക്കുന്നിതോ. ആശകൾ ദുഃഖസുഖങ്ങൾ പ്രതീക്ഷകൾ ജീവിത ദർശന ചിന്തകൾ ഒക്കെയും ഞങ്ങൾ കൈമാറിടും. ജീവിത വ്യഗ്രത എന്നെ ചിലപ്പോൾ തളർത്തിക്കളഞ്ഞിടും. ആശകൾ ദുഃഖസുഖങ്ങൾ പ്രതീക്ഷകൾ ജീവിത ദർശന ചിന്തകളൊക്കെയും ഞങ്ങൾ കൈമാറിടും. ജീവിത വ്യഗ്രത എന്നെ ചിലപ്പോൾ തളർത്തിക്കളഞ്ഞിടും. എന്നോടൊരിക്കൽ പറഞ്ഞവൾ ആ മുഖമൊന്നുമില്ലാതെ വിദൂരത്തിൽ നോക്കുമ്പോൾ. എന്നടുത്തെത്തുന്നു ഗന്ധപുഷ്പങ്ങളും ചീഞ്ഞുനാറും ജന്തുജന്യമാലിന്യവും. ചന്ദനമുട്ടികൾ പാഴ്മരക്കൊമ്പുകൾ ചന്തമേറിയിടുന്ന ഫർണിച്ചറുകളും. തർപ്പണ പൂജകൾ തൻ ശേഷഭാഗങ്ങൾ നിർദ്ദയം തള്ളും ശരീരാവശിഷ്ടങ്ങൾ. നഷ്ടസ്വപ്നങ്ങൾ സങ്കൽപ്പങ്ങൾ ക്രൂരത പിച്ചി വലിച്ചെറിഞ്ഞോരു ഹൃദയങ്ങൾ. എല്ലാം കടന്നു പോകുന്നിതെന്നിൽ കൂടി എങ്കിലും ഞാൻ ഗമിക്കുന്നു നിസ്സംഗയായി. എന്നോടൊരിക്കൽ പറഞ്ഞവൾ ആമുഖമൊന്നുമില്ലാതെ വിദൂരത്തിൽ നോക്കുമ്പോൾ. എന്നടുത്തെത്തുന്നു ഗന്ധപുഷ്പങ്ങളും ചീഞ്ഞുനാറും ജന്തുജന്യ മാലിന്യവും. ചന്ദനമുട്ടികൾ പാഴ്മരക്കൊമ്പുകൾ ചന്തമേറിയിടുന്ന ഫർണിച്ചറുകളും. തർപ്പണ പൂജകൾ തൻ ശേഷഭാഗങ്ങൾ നിർദ്ദയം തള്ളും ശരീരാവശിഷ്ടങ്ങൾ. നഷ്ടസ്വപ്നങ്ങൾ സങ്കൽപ്പങ്ങൾ ക്രൂരത പിച്ചി വലിച്ചെറിഞ്ഞോരു ഹൃദയങ്ങൾ. എല്ലാം കടന്നു പോകുന്നിതെന്നിൽ കൂടി എങ്കിലും ഞാൻ ഗമിക്കുന്നു നിസ്സംഗയായി. സർവവും ഒന്നെന്ന ബോധമുറപ്പിച്ചു നീങ്ങുന്നു ഞാൻ. യോഗം ഇതല്ലയോ. ഇന്നും അവൾക്കൊപ്പമെത്തിയിട്ടില്ല ഞാൻ. എന്നിൽ നിസ്സംഗത ദുർബലം ഇന്നുമേ. അന്നവളിൽ നിന്നുതിർന്നതാം ആത്മപ്രകാശകഗീതകം ശാന്തി സമുജ്വലം. എന്നുടെ പ്രാർത്ഥനാഭാഗമായി അർച്ചനാസൂനങ്ങളായി എന്റെ ശക്തിയായി തീർന്നിതാ.
സർവവും ഒന്നെന്ന ബോധമുറപ്പിച്ചു നീങ്ങുന്നു ഞാൻ, എൻ നിയോഗമിതല്ലയോ. ഇന്നും അവൾക്കൊപ്പമെത്തിയിട്ടില്ല ഞാൻ, എന്നിൽ നിസ്സംഗത ദുർബലമിന്നുമേ. അന്നവളിൽ നിന്നുതിർന്നതാം ആത്മപ്രകാശകഗീതകം ശാന്തി സമുജ്വലം എന്നുടെ പ്രാർത്ഥനാഭാഗമായി അർച്ചനാസൂനങ്ങളായി എന്റെ ശക്തിയായി തീർന്നിതാ. കാലപ്രവാഹത്തിലൂടെയുള്ള ഈ ജന്മമാകുന്ന തോണിയിലുള്ള ഒരു യാത്രയാണ് ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി. ആ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ജ്ഞാനപ്രകാശദീപ്തം സദാ ശാന്തം ആനന്ദതം നിർവികൽപ്പം പവിത്രമാം സ്ഥാനമെൻ ലക്ഷ്യം. പക്ഷെ അവിടെ എത്തിയിടുവാൻ ഞാനിനി എത്ര ദൂരം തുഴഞ്ഞിടണം. അങ്ങനെയുള്ള യാത്രയിൽ ചില ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ചിന്തകള്, ഓർമ്മകള്, അതൊക്കെ വർണ്ണിച്ചു. ജോലിക്ക് പോകുന്ന വഴികളിലുള്ള കാഴ്ചകൾ, അതിൽ കൂട്ടുകാരിയായിട്ടൊരു കായൽ മനോഹരി. ആ കായൽ മനോഹരിയുടെ വാക്കുകളായിട്ടാണ് കവിതയുടെ രണ്ടാം ഭാഗം അഥവാ ഉത്തരാർദ്ധം. ആ കായൽ മനോഹരി പഠിപ്പിച്ച പാഠങ്ങൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ താൻ സന്നദ്ധയാണ്. താൻ ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. തന്നിലേക്ക് വന്നു ചേരുന്ന നല്ലതും ചീത്തയുമായതെല്ലാം ഉൾക്കൊള്ളുന്നു, ശാന്തയായി ഒഴുകുന്നു. അപ്പൊ അതേ ദർശനം, അതേ ഒരു അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനായിട്ട് ഞാൻ അത്രത്തോളം വളർന്നില്ല എന്ന് പറയുകയാണ്. ഇന്നും അവൾക്കൊപ്പം എത്തിയിട്ടില്ല ഞാൻ, എന്നിൽ നിസ്സംഗത ദുർബലം ഇന്നുമേ. നിസ്സംഗത വേണ്ട പോലെ ശക്തമായിട്ടില്ല. നിസ്സംഗതയാണ് വേണ്ടത്. ഒന്നിനോടും ഒട്ടലില്ലാതെ വരുന്നതിനൊക്കെ അതിന്റെ പാട്ടിന് പോകാൻ അനുവദിക്കുക. വരാനുള്ളതാണ്, എല്ലാം പോകാനുമുള്ളതാണ്. ആകതേ സ്വാഗതം കുര്യാത് ഗച്ഛന്തം ന നിവാരയേത്. ആഗമാ അപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത ഇത്യാദി സന്ദേശങ്ങൾ വളരെ ലളിതമായിട്ട് തന്റെ ജീവിത പാഠങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ കായലിനെ മനോഹരിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ആ ശക്തി ഉണ്ടാകുന്നു. ആ കായലിനെ പോലെ എല്ലാം ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ള ആ ഒരു നിസ്സംഗത വന്നു ചേരും. ആസ് യു തിങ്ക് സോ യു ബിക്കം. നിങ്ങൾ ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുവോ നിങ്ങളും അതായിത്തീരും, അതുപോലെയായിത്തീരും. പുഴു വേട്ടാവളിയനെ ധ്യാനിച്ച് ധ്യാനിച്ച് വേട്ടാവളിയനായി തീരും പോലെ അല്ലെ. കീടകോ ഭ്രമരൻ ധ്യായന് ഭ്രമരത്വായ കൽപ്പതേ. അപ്പോ വളരെ എന്താ പറയുക, ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് സ്മരണാഞ്ജലി എന്നുള്ളൊരു കാവ്യമാണ്. സ്മരണാഞ്ജലി നോക്കാം. മിക്കവാറും എല്ലാറ്റിലും സ്വന്തം ജീവിത പശ്ചാത്തലം തന്നെയാണ് ഓർമ്മകളായി അയവിറക്കുന്നത്. ചുറ്റും നിലാവു പരന്നു വരാന്തയിൽ കുട്ടികൾ ഞങ്ങളിരുന്നു സന്തുഷ്ടരായി. തൊട്ടടുത്തായി തന്നെ അച്ഛനും വന്നിതു, കൊച്ചു മണ്ണെണ്ണ വിളക്കുമായി അമ്മയും. അമ്മയ്ക്കിന്ന് 84 വയസ്സാണ്. അപ്പൊ പിന്നെ അമ്മയുടെ ബാല്യം അല്ലെ 80 വയസ്സ് അല്ലെങ്കിൽ 75 വർഷം മുമ്പുള്ള ബാല്യമാണ്. അപ്പൊ അവിടുത്തെ സ്മരണകളാണ്. ചുറ്റും നിലാവു പരന്നു വരാന്തയിൽ കുട്ടികൾ ഞങ്ങളിരുന്നു സന്തുഷ്ടരായി. തൊട്ടടുത്തായി തന്നെ അച്ഛനും
വന്നിതു കൊച്ചു മണ്ണെണ്ണ വിളക്കുമായി അമ്മയും. ശ്ലോകപാദങ്ങൾ ചൊല്ലുന്നിതച്ഛൻ മൃദുസ്മേരഭാവത്തിൽ. ഇടയ്ക്കു നിർത്തിപ്പിന്നെ ഒപ്പമൊപ്പം ചൊല്ലിടുവാൻ പറഞ്ഞിടും. തെറ്റു വന്നിടുമ്പോൾ അമ്മ തിരുത്തിടും. ശ്ലോകപാദങ്ങൾ ചൊല്ലുന്നിതച്ഛൻ മൃദുസ്മേരഭാവത്തിൽ. ഇടയ്ക്കു നിർത്തിപ്പിന്നെ ഒപ്പമൊപ്പം ചൊല്ലിടുവാൻ പറഞ്ഞിടും. തെറ്റു വന്നിടുമ്പോൾ അമ്മ തിരുത്തിടും. ഓർമ്മ പുതുക്കും ചില ദിനം തുള്ളലും പാട്ടും കഥകൾ കവിതകൾ ചൊല്ലിടും. ഓർമ്മ പുതുക്കും ചില ദിനം തുള്ളലും പാട്ടും കഥകൾ കവിതകൾ ചൊല്ലിടും. കത്തും നിലവിളക്കിൻ മുന്നിൽ അത്താഴമൊക്കെ കഴിഞ്ഞു പാരായണം ചെയ്തിടും. രാമായണം, മഹാഭാരതം, ശ്രീ മഹാഭാഗവതം, കിളിപ്പാട്ടുകൾ നിത്യവും. അച്ഛനും അമ്മയും ഞങ്ങളും പിന്നാലെ എത്തിനാർ ആർഷ സംസ്കാര മാർഗങ്ങളിൽ. കത്തും നിലവിളക്കിൻ മുന്നിൽ അത്താഴമൊക്കെ കഴിഞ്ഞ് പാരായണം ചെയ്തിടും. രാമായണം, മഹാഭാരതം, ശ്രീ മഹാഭാഗവതം, കിളിപ്പാട്ടുകൾ നിത്യവും. അച്ഛനും അമ്മയും ഞങ്ങളും പിന്നാലെ എത്തിനാർ ആർഷ സംസ്കാര മാർഗങ്ങളിൽ. റേഡിയോ, ടിവികൾ, ഫോണുമില്ല, മൊബൈൽ ഫോണുകളോ ജനിച്ചിട്ടില്ല ഭൂമിയിൽ. പത്രം വരും ദൂരെ റോഡിനരികിലെ കെട്ടിടത്തിൽ, സംഗമാപ്പീസിൽ എപ്പോഴോ അച്ഛൻ നടന്നുപോയി കൊണ്ടുവരും. ഞങ്ങൾ കുട്ടികൾക്കായി ദിവസേന ഓർക്കുന്നു ഞാൻ. ലൈബ്രറി, പുസ്തകമൊക്കെ ദുഷ്പ്രാപ്യമാം അക്കാലം അങ്ങനെ തന്നെ കഴിഞ്ഞുപോയി. റേഡിയോ, ടിവികൾ, ഫോണുമില്ല, മൊബൈൽ ഫോണുകളോ ജനിച്ചിട്ടില്ല ഭൂമിയിൽ. പത്രം വരും ദൂരെ റോഡിനരികിലെ കെട്ടിടത്തിൽ, സംഗമാപ്പീസിൽ എപ്പോഴോ അച്ഛൻ നടന്നുപോയി കൊണ്ടുവരും. ഞങ്ങൾ കുട്ടികൾക്കായി ദിവസേന ഓർക്കുന്നു ഞാൻ. ലൈബ്രറി, പുസ്തകമൊക്കെ ദുഷ്പ്രാപ്യമാം അക്കാലം അങ്ങനെ തന്നെ കഴിഞ്ഞുപോയി. തെറ്റുകളൊക്കെ പൊറുക്കുവാൻ, നേർവഴി കാട്ടുവാൻ പ്രാർത്ഥിച്ചിടുന്നിതു നിത്യവും. ഭക്തിപൂർവം പ്രണമിക്കുന്നിതമ്മയ്ക്കും അച്ഛനും മുമ്പിൽ അനുഗ്രഹിക്കണമേ. തെറ്റുകളൊക്കെ പൊറുക്കുവാൻ, നേർവഴി കാട്ടുവാൻ പ്രാർത്ഥിച്ചിടുന്നിതു നിത്യവും. ഭക്തിപൂർവം പ്രണമിക്കുന്നിതമ്മയ്ക്കും അച്ഛനും മുമ്പിൽ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ളതായിട്ടുള്ള തർപ്പണം തന്നെയാണ് സ്മരണാഞ്ജലി. മുമ്പേ പിതൃതർപ്പണം പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു തർപ്പണം തന്നെയാണ്. ആ പഴയ ഗൃഹാതുരത്വമുള്ള ഓർമ്മകൾ അച്ഛനും അമ്മയും വാർത്തെടുത്തതാണ് അവരുടെ വ്യക്തിത്വം എന്നുള്ളത് അതിലൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടതെന്തെങ്കിലും പ്രയത്നം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കൾ വിപരീതമായി നടക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നല്ല മാതൃകകളായി തീരുക,
നല്ല വഴിക്ക് കൈപിടിച്ച് നടത്തുക. ഇത് അച്ഛനമ്മമാരുടെ കർത്തവ്യമാണ്. വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല. വേറെ ആര് ചെയ്താലും അത് വേണ്ടതുപോലെ ആവില്ല. അടുത്തത് പാൽപായസം എന്നുള്ള കവിതയാണ്. പാൽപായസം നോക്കട്ടെ എന്താണ്. കൊച്ചു കൈത്തോടിന്റെ തിട്ടയിലൂടെ ഞാൻ ചുറ്റിലും ശ്രദ്ധിച്ചു മെല്ലെ നടന്നുപോയി. പുൽപടർപ്പും ചെടിക്കൂട്ടവും തോടിനെ എത്തിപ്പിടിക്കുന്നു സ്നേഹഭാവത്തോടെ. കൊച്ചു കൈത്തോടിന്റെ തിട്ടയിലൂടെ ഞാൻ ചുറ്റിലും ശ്രദ്ധിച്ചു മെല്ലെ നടന്നുപോയി. പുൽപടർപ്പും ചെടിക്കൂട്ടവും തോടിനെ എത്തിപ്പിടിക്കുന്നു സ്നേഹഭാവത്തോടെ. നീരൊഴുക്കിന്റെ കളകള നിസ്വനം ചാടും തവളകൾ തന്നുടെ ശബ്ദവും മഞ്ഞക്കുരുവികൾ തൻ വർണ്ണശോഭയും കുഞ്ഞു മത്സ്യങ്ങൾ തൻ നീന്തൽ കളികളും. നീരൊഴുക്കിന്റെ കളകള നിസ്വനം ചാടും തവളകൾ തന്നുടെ ശബ്ദവും മഞ്ഞക്കുരുവികൾ തൻ വർണ്ണശോഭയും കുഞ്ഞു മത്സ്യങ്ങൾ തൻ നീന്തൽ കളികളും. പെട്ടെന്നു കൗതുകം തോന്നി പറിച്ചെടുത്തിട്ടു വെള്ളത്തിൽ ചെറുചേമ്പിലകൾ ഞാൻ. ഒപ്പം പലതുമൊഴുകുന്നു ചില്ലകൾ പുഷ്പങ്ങൾ ചീഞ്ഞു തുടങ്ങിയ കായ്കളും. മന്ദം മറഞ്ഞു പലതും തടഞ്ഞെങ്ങോ നിന്നുപോയി കൺകൾ ഉഴറിയിടക്കിടെ. പെട്ടെന്നു കൗതുകം തോന്നി പറിച്ചെടുത്തിട്ടു വെള്ളത്തിൽ ചെറുചേമ്പിലകൾ ഞാൻ. ഒപ്പം പലതുമൊഴുകുന്നു ചില്ലകൾ പുഷ്പങ്ങൾ ചീഞ്ഞു തുടങ്ങിയ കായ്കളും. മന്ദം മറഞ്ഞു പലതും തടഞ്ഞെങ്ങോ നിന്നുപോയി കൺകൾ ഉഴറിയിടക്കിടെ. പച്ചയുടുത്ത പാടത്തിൻ നടുവിലൂടെ കൃശഗാത്രിയാം കൊച്ചു മനോഹരി ഒന്നുമറിയാത്ത ഭാവത്തിൽ നീങ്ങിനാൾ മണ്ണിന്നു ജീവജലം കൊടുക്കുന്നവൾ. പച്ചയുടുത്ത പാടത്തിൻ നടുവിലൂടെ കൃശഗാത്രിയാം കൊച്ചു മനോഹരി ഒന്നുമറിയാത്ത ഭാവത്തിൽ നീങ്ങിനാൾ മണ്ണിന്നു ജീവജലം കൊടുക്കുന്നവൾ. ചേമ്പിലയ്ക്കുള്ളിലെ വെള്ളിപ്പളുങ്കിന്റെ ശോഭ കാണാനെത്തി ബാലദിവാകരൻ. ചേമ്പിലയ്ക്കുള്ളിലെ വെള്ളിപ്പളുങ്കിന്റെ ശോഭ കാണാനെത്തി ബാലദിവാകരൻ. തോടിനൽപ്പം വീതി കൂടി കുളിക്കുവാനാളുകളെത്തുന്നു ശബ്ദകോലാഹലം. തോടു കുറുകെ കടക്കണം എന്നുടെ പാതയിലെത്താൻ പതുക്കെ ഇറങ്ങി ഞാൻ. കൊച്ചു പാവാടയൊതുക്കി പിടിക്കണം മുട്ടറ്റമുള്ള വെള്ളത്തിൽ നടക്കണം. തോടിനൽപ്പം വീതി കൂടി കുളിക്കുവാനാളുകളെത്തുന്നു ശബ്ദകോലാഹലം. തോടു കുറുകെ കടക്കണം എന്നുടെ പാതയിലെത്താൻ പതുക്കെ ഇറങ്ങി ഞാൻ. കൊച്ചു പാവാടയൊതുക്കി പിടിക്കണം മുട്ടറ്റമുള്ള വെള്ളത്തിൽ നടക്കണം. പെട്ടെന്നൊരു ചുടുസ്പർശം എൻ കയ്യിലെ കൊച്ചു പാത്രത്തിൽ നിറച്ചു പാൽപായസം. ഞെട്ടിത്തിരിഞ്ഞു നോക്കിപ്പോയി അതാ ദൂരെ നിൽക്കുന്നു പായസം കട്ടുകുടിപ്പവൻ കൃഷ്ണൻ. അവൻ തന്നുവിട്ടതിപ്പായസം പെട്ടെന്നിതെന്തേ മറന്നുപോയി കഷ്ടമേ. പെട്ടെന്നൊരു ചുടുസ്പർശമെൻ കയ്യിലെ
കൊച്ചു പാത്രത്തിൽ നിറച്ചു പാൽപായസം. ഞെട്ടിത്തിരിഞ്ഞു നോക്കിപ്പോയി അതാ ദൂരെ നിൽക്കുന്നു പായസം കട്ടുകുടിപ്പവൻ കൃഷ്ണൻ. അവൻ തന്നുവിട്ടതിപ്പായസം പെട്ടെന്നിതെന്തേ മറന്നുപോയി കഷ്ടമേ. വൈകിയോ നീ കാൽ കഴുകി അകത്തേക്ക് പോവുക. അച്ഛൻ പൊഴിച്ചു മന്ദസ്മിതം. അമ്മ ചിരിച്ചു. പതിവിലേറെ സ്വാദു തോന്നുന്നു പായസം വെച്ചതു കൃഷ്ണനോ. വൈകിയോ നീ കാൽ കഴുകി അകത്തേക്ക് പോവുക. അച്ഛൻ പൊഴിച്ചു മന്ദസ്മിതം. അമ്മ ചിരിച്ചു. പതിവിലേറെ സ്വാദു തോന്നുന്നു പായസം വെച്ചതു കൃഷ്ണനോ. പായസപാത്രമുണ്ടിന്നുമെൻ പ്രാരബ്ധമാകുന്ന പായസപൂർണമാം ഭാജനം. സ്വാദിഷ്ടമല്ലാത്ത ഭോജ്യങ്ങളാണതിലേറെയും കയ്പും എരിപുളിയൊക്കെയും. പായസപാത്രമുണ്ടിന്നുമെൻ പ്രാരബ്ധമാകുന്ന പായസപൂർണമാം ഭാജനം. സ്വാദിഷ്ടമല്ലാത്ത ഭോജ്യങ്ങളാണതിലേറെയും കയ്പും എരിപുളിയൊക്കെയും. നാവിൽ മധുരമാം നാമമുണ്ടെങ്കിലോ പ്രാരബ്ധമെല്ലാം അമൃതസമാനമാം പായസമായിടും. കൃഷ്ണന്റെ വേണുവിൻ ഗാനമൊഴുകി ചെറുചെരി ശബ്ദവും. നാവിൽ മധുരമാം നാമമുണ്ടെങ്കിലോ പ്രാരബ്ധമെല്ലാം അമൃതസമാനമാം പായസമായിടും. കൃഷ്ണന്റെ വേണുവിൻ ഗാനമൊഴുകി ചെറുചിരി ശബ്ദവും. എങ്ങനെ പാൽപായസം ബാല്യകാല സ്മരണകളാണ്. പാൽപായസ അനുഭവം നമ്മ തന്നെ കൂടുതൽ വ്യാഖ്യാനിക്കണം എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ടുണ്ട്. അടുത്തതായി വൈറസ്സുകൾ, എൻ്റെ വീട്, ഹിമവൽ പാർശ്വങ്ങൾ, 3 കവിതകൾ കൂടിയുണ്ട്. ചെറുതുകളാണ്, അതുകൂടി ഇന്ന് കവർ ചെയ്യാം. നാളെ പൂജാപുഷ്പങ്ങൾ എന്നുള്ള ആ ചെറിയ ഗ്രന്ഥത്തിൽ നിന്നുള്ള കീർത്തനങ്ങളാണ് മുഴുവൻ. പലതരത്തിലുള്ള പുരാണ സംബന്ധികളുണ്ട്, പല കഥകളുണ്ട്, എല്ലാം ഭക്തിപരമായിട്ടുള്ളതാണ്. അതാണ് പൂജാപുഷ്പങ്ങൾ. അപ്പം ഇന്നത് പാർസൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയും കൂടി അറിയിക്കുകയാണ്. അമ്മ 2 ദിവസം മുമ്പേ അവിടുന്ന് എനിക്ക് എല്ലാവർക്കും അയച്ചു തരാൻ വേണ്ടി പാർസൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം എത്ര വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിൽ 2 പുസ്തകങ്ങളും നാളെ തൊട്ട് അയക്കാൻ തുടങ്ങാം. ആവശ്യപ്പെട്ടോളൂ. വാട്സപ്പിൽ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. ഇഷ്ടം പോലെയുണ്ട് പുസ്തകങ്ങൾ, വേണ്ടത്ര അയച്ചു തരാം. അപ്പം നാളെ തൊട്ട് പൂജാപുഷ്പങ്ങൾ കാണാം നമുക്ക്. ഇന്ന് ഈ വൈറസുകളും എൻ്റെ വീടും ഒക്കെ കാണാം, നോക്കാം. മനുഷ്യമാനസം തന്നിൽ ജനിക്കുന്നു പലേതരം വൈറസുകൾ. ലോകശാന്തിക്കെന്നും ഭീഷണിയായവർ മനസ്സുപോൽ അദൃശ്യങ്ങൾ ഈ വൈറസുകളേവയും. മനുഷ്യമാനസം തന്നിൽ ജനിക്കുന്നു പലേതരം വൈറസുകൾ. ലോകശാന്തിക്കെന്നും ഭീഷണിയായവർ മനസ്സുപോൽ അദൃശ്യങ്ങൾ ഈ വൈറസുകളേവയും. സ്നേഹകാരുണ്യഭാവങ്ങൾ വറ്റിപ്പോയി വരണ്ടതാം ഭോഗാസക്തി ജനിപ്പിക്കും
മാലിന്യത്താൽ നിറഞ്ഞതാം മർത്യചിത്തത്തിൽ ഉദ്ഭൂതമാകും വിദ്വേഷഭാവവും വെറുപ്പും പകയും ക്രോധം മതമാത്സര്യമൊക്കെയും വൈറസ്സു പോലെ പടർന്നെങ്ങും സർവനാശം വിതയ്ക്കയാം ശ്രമിക്കാം പ്രതിരോധിക്കാൻ ഈ ഭീകര വിപത്തിനെ. സ്നേഹകാരുണ്യഭാവങ്ങൾ വറ്റിപ്പോയി വരണ്ടതാം ഭോഗാസക്തി ജനിപ്പിക്കും മാലിന്യത്താൽ നിറഞ്ഞതാം മർത്യചിത്തത്തിൽ ഉദ്ഭൂതമാകും വിദ്വേഷഭാവവും വെറുപ്പും പകയും ക്രോധം മതമാത്സര്യമൊക്കെയും വൈറസ്സു പോലെ പടർന്നെങ്ങും സർവനാശം വിതയ്ക്കയാം ശ്രമിക്കാം പ്രതിരോധിക്കാൻ ഈ ഭീകര വിപത്തിനെ. ധർമ്മത്തെ ആശ്രയിച്ചത്രേ ലോകം നിൽക്കുന്നിതെപ്പോഴും സത്യം ദയാ തപശൗചം ധർമ്മത്തെ നിലനിർത്തുവോർ. ധർമ്മത്തെ ആശ്രയിച്ചത്രേ ലോകം നിൽക്കുന്നിതെപ്പോഴും സത്യം ദയാ തപശൗചം ധർമ്മത്തെ നിലനിർത്തുവോർ. സത്യോപാസന ചെയ്തിടാൻ ധർമ്മമാർഗേ ചരിച്ചിടാൻ സ്നേഹമേ ജീവിതത്തിന്റെ മാധുര്യം എന്നറിഞ്ഞിടാൻ മഹച്ചിന്തകൾ ഉൾക്കൊള്ളാം അഹിംസ വ്രതമാക്കിടാം സാഹോദര്യം പുലർത്തിടാം സ്വാതന്ത്ര്യം നിലനിർത്തിടാം. സത്യോപാസന ചെയ്തിടാൻ ധർമ്മമാർഗേ ചരിച്ചിടാൻ സ്നേഹമേ ജീവിതത്തിന്റെ മാധുര്യം എന്നറിഞ്ഞിടാൻ മഹച്ചിന്തകൾ ഉൾക്കൊള്ളാം അഹിംസ വ്രതമാക്കിടാം സാഹോദര്യം പുലർത്തിടാം സ്വാതന്ത്ര്യം നിലനിർത്തിടാം. ഇതെല്ലാം ലോകത്തിനുള്ള സന്ദേശങ്ങളാണ്. എന്താ പറയുക, ഋഷിതുല്യങ്ങളായ സന്ദേശങ്ങൾ. നാരായണ. ഇനി എന്റെ വീട് എന്നുള്ള ഒരു കവിത നോക്കാം. വീടു പുതുക്കിപ്പണിയണം സൗകര്യമാകെയൊരുക്കി മനോഹരമാക്കണം. ഏറെ നാളായി പറയുന്നിതു വീട്ടുകാർ കൂട്ടുകാരും ചിലർ ചൊല്ലുന്നിടക്കിടെ. അച്ഛന്റെ അച്ഛൻ പണിയിച്ചതാം ഗൃഹം വർഷങ്ങൾ എത്ര കഴിഞ്ഞു നന്നാക്കിടാം. വീടു പുതുക്കിപ്പണിയണം സൗകര്യമാകെയൊരുക്കി മനോഹരമാക്കണം. ഏറെ നാളായി പറയുന്നിതു വീട്ടുകാർ കൂട്ടുകാരും ചിലർ ചൊല്ലുന്നിടക്കിടെ. അച്ഛന്റെ അച്ഛൻ പണിയിച്ചതാം ഗൃഹം വർഷങ്ങൾ എത്ര കഴിഞ്ഞു നന്നാക്കിടാം. വീടുമാറുമ്പോഴും നാടുമാറുമ്പോഴും ഞാൻ വസിക്കുന്നിതെൻ സ്വന്തം ഗൃഹം തന്നിൽ അന്തരംഗം. അവിടുണ്ടു സുഹൃത്തുക്കൾ സംരക്ഷകരും കടുത്ത ശത്രുക്കളും. വീടുമാറുമ്പോഴും നാടുമാറുമ്പോഴും ഞാൻ വസിക്കുന്നിതെൻ സ്വന്തം ഗൃഹം തന്നിൽ അന്തരംഗം. അവിടുണ്ടു സുഹൃത്തുക്കൾ സംരക്ഷകരും കടുത്ത ശത്രുക്കളും. ചിത്തവും ബുദ്ധി അഹങ്കാരവും പിന്നെ എപ്പോഴും ചഞ്ചലമായ മനസ്സതും സ്വപ്നങ്ങൾ ആശകൾ ഭീതി നിരാശയും എപ്പോഴോ വന്നെത്തിടുന്ന പ്രതീക്ഷകൾ. ചിത്തവും ബുദ്ധി അഹങ്കാരവും പിന്നെ എപ്പോഴും ചഞ്ചലമായ മനസ്സതും സ്വപ്നങ്ങൾ ആശകൾ ഭീതി നിരാശയും
എപ്പോഴോ വന്നെത്തിടുന്ന പ്രതീക്ഷകൾ. ഏറെ വിശാലമാം ഈ വീട്ടിലെത്രയോ ഹാളുകൾ, കൊച്ചുമുറികൾ, തളങ്ങളും കാണാം നിലവറകൾ, നടുമുറ്റവും കോണിപ്പടികളും തട്ടിൻപുറങ്ങളും, ഗ്രന്ഥങ്ങൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ, മിന്നിത്തിളങ്ങും വിളക്കുകൾ, വീണകൾ, അത്ഭുതം. ഏറെ വിശാലമാം ഈ വീട്ടിലെത്രയോ ഹാളുകൾ, കൊച്ചുമുറികൾ, തളങ്ങളും കാണാം നിലവറകൾ, നടുമുറ്റവും കോണിപ്പടികളും തട്ടിൻപുറങ്ങളും, ഗ്രന്ഥങ്ങൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ, മിന്നിത്തിളങ്ങും വിളക്കുകൾ, വീണകൾ, അത്ഭുതം. ചിന്തിച്ചിടുന്നു പലപ്പോഴും വീടൊന്നു നന്നായി അടിച്ചു കഴുകിത്തുടച്ചിടാൻ, ജാലകദ്വാരങ്ങളെല്ലാം തുറന്നിടാൻ, വായുസഞ്ചാരം സുഗമമാക്കിയിടുവാൻ, എല്ലാം അടുക്കിയൊതുക്കി വെച്ചിടുവാൻ, നല്ല നറുനെയ് വിളക്കു കൊളുത്തുവാൻ. ചിന്തിച്ചിടുന്നു പലപ്പോഴും വീടൊന്നു നന്നായി അടിച്ചു കഴുകിത്തുടച്ചിടാൻ, ജാലകദ്വാരങ്ങളെല്ലാം തുറന്നിടാൻ, വായുസഞ്ചാരം സുഗമമാക്കിയിടുവാൻ, എല്ലാം അടുക്കിയൊതുക്കി വെച്ചിടുവാൻ, നല്ല നറുനെയ് വിളക്കു കൊളുത്തുവാൻ. ഇല്ല, കഴിഞ്ഞില്ല, ഇന്നും മലിനമായി തന്നെ കിടക്കുന്നിതൻ ഗൃഹം കഷ്ടമേ. ഇല്ല, കഴിഞ്ഞില്ല, ഇന്നും മലിനമായി തന്നെ കിടക്കുന്നിതൻ ഗൃഹം കഷ്ടമേ. വീട്ടിൽ കടന്നൊന്നു നന്നായി നോക്കിടാൻ, കാണാൻ, അറിയാൻ, പഠിക്കാൻ, രസിച്ചിടാൻ സാധിച്ചതില്ല. പുറത്തു നടന്ന ഞാൻ നേടിയില്ലൊന്നും, ഇനിയെന്തു ചെയ്തിടാൻ. വീട്ടിൽ കടന്നൊന്നു നന്നായി നോക്കിടാൻ, കാണാൻ, അറിയാൻ, പഠിക്കാൻ, രസിച്ചിടാൻ സാധിച്ചതില്ല. പുറത്തു നടന്ന ഞാൻ നേടിയില്ലൊന്നും, ഇനിയെന്തു ചെയ്തിടാൻ. സദ്വിചാരങ്ങൾ, ഭാവങ്ങൾ, വികാരങ്ങൾ ഒക്കെ എൻ വീടു പവിത്രമാക്കിയിടണം. സദ്വിചാരങ്ങൾ, ഭാവങ്ങൾ, വികാരങ്ങൾ ഒക്കെ എൻ വീടു പവിത്രമാക്കിയിടണം. എൻ അന്തരംഗം കരുണാർദ്രമാവണം, എൻ വീടു നന്മ തൻ ആസ്ഥാനമാകണം. എൻ അന്തരംഗം കരുണാർദ്രമാവണം, എൻ വീടു നന്മ തൻ ആസ്ഥാനമാവണം. ഏതാ സ്വന്തം വീട് എന്ന് തീരുമാനിച്ച് വൃത്തിയാക്കുക, പുതുക്കി പണിയുക, അല്ലേ? അവനവന്റെ അന്തരംഗം തന്നെയാണ് നമ്മൾ വസിക്കുന്ന സ്ഥലം. അപ്പൊ അന്തരംഗമാണ് ശുദ്ധമാവേണ്ടത്, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് സന്ദേശം. പുറത്തലഞ്ഞു നടന്നത് മതി, ഇനി കുറച്ച് ഉള്ളിലോട്ട് തിരിയുക. ഇനി ഇതില് ഹിമവൽ പാർശ്വങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കവിത കൂടിയുണ്ട്. അതോടുകൂടി ഈ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട കവിതകൾ പൂർത്തീകരിക്കുകയാണ്. ഹിമവൽ പാർശ്വങ്ങൾ. പ്രപഞ്ച ചൈതന്യത്തെ ഉൾക്കൊണ്ട മുനീന്ദ്രന്മാർ, പ്രകൃതി തന്നോടൊപ്പം ജീവിച്ച കവീന്ദ്രന്മാർ, നദികൾ, ഗുഹകളും, ഉത്തുംഗ ശൃംഗങ്ങളും, ഹിമപർവതങ്ങളും, ശുദ്ധമാം തടാകങ്ങൾ ഒക്കെയും പാദസ്പർശം കൊണ്ടു പാവനമാക്കി നിത്യപൂജിതങ്ങളായി മാറ്റിയ മഹാത്മാക്കൾ. പ്രപഞ്ച ചൈതന്യത്തെ ഉൾക്കൊണ്ട മുനീന്ദ്രന്മാർ, പ്രകൃതി തന്നോടൊപ്പം ജീവിച്ച കവീന്ദ്രന്മാർ,
നദികൾ ഗുഹകളും ഉത്തുംഗ ശൃംഗങ്ങളും ഹിമപർവതങ്ങളും ശുദ്ധമാം തടാകങ്ങൾ ഒക്കെയും പാദസ്പർശം കൊണ്ടു പാവനമാക്കി നിത്യപൂജിതങ്ങളായി മാറ്റിയ മഹാത്മാക്കൾ. മർത്യനെ അമർത്യനായി മാറ്റുന്നൊരദ്വൈതത്തിൻ ദർശനം നൽകി അനുഗ്രഹിച്ചൊരാചാര്യന്മാർ. അഹിംസയ്ക്കൊപ്പം ശക്തമായൊരായുധമില്ലെന്നറിഞ്ഞു ധർമ്മയുദ്ധം നയിച്ച മഹാത്മാക്കൾ. ശാന്തി മന്ത്രത്തിൻ പൊരുൾ ഗ്രഹിച്ച ഗുരുക്കന്മാർ. ഏവരും നമസ്കരിച്ചഭയം പ്രാപിച്ചതാം ഭൂമിയിൽ അശാന്തിതൻ ആക്രോശമുയരുന്നു. കാണുന്നിതധർമ്മത്തിൻ കടന്നുകയറ്റങ്ങൾ. ബോംബുകൾ, പീരങ്കികൾ, പോർവിമാനങ്ങളെങ്ങും ഘോരമായി ശബ്ദിക്കുന്നു നാശത്തിൻ മുഴക്കങ്ങൾ. മർത്യനെ അമർത്യനായി മാറ്റുന്നൊരദ്വൈതത്തിൻ ദർശനം നൽകി അനുഗ്രഹിച്ചൊരാചാര്യന്മാർ. അഹിംസയ്ക്കൊപ്പം ശക്തമായൊരായുധമില്ലെന്നറിഞ്ഞു ധർമ്മയുദ്ധം നയിച്ച മഹാത്മാക്കൾ. ശാന്തി മന്ത്രത്തിൻ പൊരുൾ ഗ്രഹിച്ച ഗുരുക്കന്മാർ. ഏവരും നമസ്കരിച്ചഭയം പ്രാപിച്ചതാം ഭൂമിയിൽ അശാന്തിതൻ ആക്രോശമുയരുന്നു. കാണുന്നിതധർമ്മത്തിൻ കടന്നുകയറ്റങ്ങൾ. ബോംബുകൾ, പീരങ്കികൾ, പോർവിമാനങ്ങൾ എങ്ങും ഘോരമായി ശബ്ദിക്കുന്നു നാശത്തിൻ മുഴക്കങ്ങൾ. അതിർത്തി കൽപ്പിച്ചിടാം ഉയരങ്ങളിൽ മഞ്ഞു പുതച്ചു നിൽക്കും കൊടുമുടികൾക്കിടയിലും. അനന്തമാകും ആകാശത്തിലും നിഗൂഢത നിറയും സമുദ്രത്തിനുള്ളിലും. എങ്കിൽ പോലും മർത്യന്റെ അദമ്യമാം അധികാരാവേശത്തിൻ ദിഗ്ജയപ്രയാണത്തിൻ അതിർത്തി തീർത്തിടാനാമോ അതിർത്തി കൽപ്പിച്ചിടാം ഉയരങ്ങളിൽ മഞ്ഞു പുതച്ചു നിൽക്കും കൊടുമുടികൾക്കിടയിലും. അനന്തമാകും ആകാശത്തിലും നിഗൂഢത നിറയും സമുദ്രത്തിനുള്ളിലും. എങ്കിൽ പോലും മർത്യന്റെ അദമ്യമാം അധികാരാവേശത്തിൻ ദിഗ്ജയപ്രയാണത്തിൻ അതിർ തീർത്തിടാനാമോ. മർത്യന്റെ അദമ്യമാം അധികാരാവേശത്തിൻ ദിഗ്ജയപ്രയാണത്തിൻ അതിർ തീർത്തിടാനാമോ. ദുർബലനായിത്തീർന്ന ധർമ്മദേവനെ നോക്കി നിസ്സഹായയായി നിൽക്കും ഭൂമിദേവിയെ കാണുന്നു. ദുഃഖങ്ങളടക്കിത്തൻ ഹൃദയഭാരം താങ്ങി നിൽക്കുന്ന സർവം സഹയായിടും മാതാവിനെ. വിഷ്ണുപാദസ്പർശത്താൽ ഉത്ഭവിച്ചൊഴുകിയ ശക്തയാം ഗംഗാദേവി ഭൂമിയെ ശുദ്ധയാക്കി കൈലാസനാഥൻ തന്റെ ജടയിൽ ലസിക്കുന്നു. ഗൗരി പാർവതി ശിവൻ തൻ അംഗസ്ഥലത്തിലും മാനസ സരസിലെ താമരപ്പൂവിൽ വാഴൂ ശ്രീ മഹാലക്ഷ്മി സകലൈശ്വര്യപ്രദായിനി. ഇവിടം ഭാരതത്തെ രക്ഷിച്ചു നിർത്തിയിടുന്നു. ഇവിടം ലോകത്തിനു മാർഗദർശിയായി നിൽപ്പൂ. ദുർബലനായിത്തീർന്ന ധർമ്മദേവനെ നോക്കി നിസ്സഹായയായി നിൽക്കും ഭൂമിദേവിയെ കാണുന്നു. ദുഃഖങ്ങളടക്കിത്തൻ ഹൃദയഭാരം താങ്ങി നിൽക്കുന്ന സർവം സഹയായിടും മാതാവിനെ. വിഷ്ണുപാദസ്പർശത്താൽ ഉത്ഭവിച്ചൊഴുകിയ
ശക്തയാം ഗംഗാദേവി ഭൂമിയെ ശുദ്ധയാക്കി. കൈലാസനാഥൻ തന്റെ ജടയിൽ ലസിക്കുന്നു. ഗൗരീ പാർവതി ശിവൻ തന്നംഗസ്ഥലത്തിലും. മാനസ സരസ്സിലെ താമരപ്പൂവിൽ വാഴ്വൂ ശ്രീ മഹാലക്ഷ്മി സകലൈശ്വര്യപ്രദായിനി. ഇവിടം ഭാരതത്തെ രക്ഷിച്ചു നിർത്തിയിടുന്നു. ഇവിടം ലോകത്തിനു മാർഗദർശിയായി നിൽപ്പൂ. അങ്ങനെ ഹിമവൽ പാർശ്വങ്ങൾ നമ്മുടെ ഭാരതത്തെ രക്ഷിക്കട്ടെ. ആ ഹിമവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മവിദ്യയാകുന്ന ഗംഗാദേവി ഈ ഭാരതഭൂമിയെ പവിത്രമാക്കട്ടെ, ലോകഗുരുവായി തീരട്ടെ എന്ന് ഒരു സങ്കല്പത്തോടെ കാവ്യമഞ്ജരി ഇവിടെ സമർപ്പിക്കുന്നു. ഇനി ഇതിൽ അവസാന ഭാഗം 100 ശ്ലോകങ്ങളുണ്ട്. അത് സമസ്യാപൂരണ ശ്ലോകങ്ങളാണ്. അത് നമുക്ക് ഒഴിവുള്ളപ്പോൾ വായിക്കാം. നാളെ തൊട്ട് പൂജാപുഷ്പങ്ങളാണ്. ഇന്നിവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ കാവ്യമഞ്ജരിയും പൂജാപുഷ്പങ്ങളും പുസ്തകങ്ങളും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അഡ്രസ് അയച്ചു തരിക, പാർസലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഹരി ഓം. അമ്മയ്ക്കും നമസ്കാരം. ഹരി ഓം. നാളെ ഒഴിവുണ്ടെങ്കിൽ പൂജാപുഷ്പങ്ങൾ കാണാം. ഹരി ഓം. നല്ല നല്ല കീർത്തനങ്ങളുണ്ട്. മറക്കരുത്, വിടരുത്. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവർക്കും ശുഭദിനം. നാരായണ. വൈകിട്ട് വാൽമീകി രാമായണം എല്ലാവരും വരിക. ഹരി ഓം.